ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ നടന്ന ഡിഗ്രി മെയിൻസ് എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ ഒരു കൃഷിഭൂമി 4,20,000 രൂപയ്ക്ക് വാങ്ങുന്നു. 1/3 20% നഷ്ടത്തിലും 2/5 25% ലാഭത്തിലും വിൽക്കുന്നു. 10% മൊത്തം ലാഭം ലഭിക്കാൻ ബാക്കിയുള്ള സ്ഥലം എത്ര വിലയ്ക്ക് വിൽക്കണം? സൊല്യൂഷൻ: ബാക്കിയുള്ള സ്ഥലം എത്ര വിലയ്ക്ക് വിൽക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആകെയുള്ള വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്, ഇതിൽ നിന്ന് 1/3 വിറ്റപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസും 2/5 വിറ്റപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസും കുറച്ചാൽ മതി. അതായിരിക്കും ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ വിറ്റ വില. അപ്പോൾ ഇവിടെ ആദ്യം ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ്, ആകെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 4,20,000 രൂപയാണ്. മൊത്തം 10% ലാഭം വേണം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10%, ലാഭശതമാനം 10%. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് SP, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നാൽ സെല്ലിംഗ് പ്രൈസ് SP = കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ഇനി കോസ്റ്റ് പ്രൈസും ലോസ് പെർസെൻറ്റേജുമാണ് തന്നിട്ടുള്ളെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇവിടെ ഈ പ്ലസിൻ്റെ സ്ഥാനത്ത് ലോസ് വരുമ്പോൾ മൈനസ് ആവുന്നേ ഉള്ളൂ. അതായത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് SP = കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ്, അതായത് 110 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് 0,0,0 42 × 11, 1 2 2 4 2 6 4 1 4, 4,62,000 രൂപയാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ഇത് കിട്ടി. ഇനി 1/3 വിൽക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ്, അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 4,20,000 രൂപയാണ്. അതിൻ്റെ 1/3, 4,20,000ൻ്റെ 1/3, അപ്പം 1,40,000 രൂപ. ഇതാണ് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ്. 1/3 കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,40,000 രൂപ. ഇത് 20% നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലോസ് പെർസെൻറ്റേജ് 20%. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, ഈ 1/3 സെല്ലിംഗ് പ്രൈസ് = കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1,40,000 ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ്, അപ്പോൾ 100 മൈനസ് 20, 80 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് എത്ര വരും? 14 × 112, 1,12,000. അപ്പോൾ ഈ 1/3 സെല്ലിംഗ് പ്രൈസ് ആണ് 1,12,000 രൂപ എന്ന് കിട്ടി. ഇനി 2/5 സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. 4,20,000ൻ്റെ 2/5, 4,20,000 ഇൻറ്റു 5/2. അപ്പോൾ ഇതെത്ര വരും? ഒരു സംഖ്യേനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പ വഴി ഇരട്ടി എടുത്തിട്ട് 10 കൊണ്ട് ഹരിച്ചാൽ മതിയെ. അപ്പം 4,20,000ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 8,40,000 ഡിവൈഡഡ് ബൈ 10 ആകുമ്പോൾ 84,000. 84,000 ഇൻറ്റു 2, 1,68,000. 1,68,000 ഈ 5/2 കോസ്റ്റ് പ്രൈസ് വരുന്നത്. 5/2 25% ലാഭത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25%. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് SP = ഈ ഫോർമുല യൂസ് ചെയ്യുക.
കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1,68,000 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ 100 പ്ലസ് 25 125 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് 25 5 125 25 4 100 4 4 16 4 2 8 42,000 ഇൻറ്റു 5. 42,000 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യനെ 5 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി പകുതി എടുത്തിട്ട് 10 കൊണ്ട് ഗുണിക്കണം. 42,000 പകുതി 21,000. 21,000 ഇൻറ്റു 10 2,10,000. 2,10,000 കിട്ടി. അപ്പോൾ ഇവിടെ ഈ 5/2 ഭാഗത്തിൻ്റെ സെല്ലിംഗ് പ്രൈസും കിട്ടി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള സ്ഥലം എത്ര വിലയ്ക്ക് വിൽക്കണം? ഇത് ചെയ്താൽ മതി. സെല്ലിംഗ് പ്രൈസ് മൈനസ് 1/3 സെല്ലിംഗ് പ്രൈസ് പ്ലസ് 5/2 സെല്ലിംഗ് പ്രൈസ്. അതായത് ഇവിടെ 4,62,000 4,62,000 മൈനസ് 1,12,000 പ്ലസ് 2,10,000 ഈസ് ഈക്വൽ ടു 1,12,000 പ്ലസ് 2,10,000 ഒന്ന് ആഡ് ചെയ്യട്ടെ. 1,12,000 2,10,000 3,22,000. അപ്പോൾ ഇത് 4,62,000 മൈനസ് 3,22,000. 3,22,000 ഈസ് ഈക്വൽ ടു 0 0 0 2 മൈനസ് 2 0 6 മൈനസ് 2 4 4 മൈനസ് 3 1. 1,40,000 രൂപയാണ് ആൻസർ, ഓപ്ഷൻ എ. ഇനി ഇതൊന്ന് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കുറേ സ്റ്റെപ്പുകളുണ്ട്, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണെന്ന് തോന്നും. അതുകൊണ്ട് ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. അതായത് ഫോർമുല എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ 4,20,000 ഇതിൻ്റെ 10% ലാഭം. അപ്പോൾ അതായത് 100ൽ 110 മൈനസ് 4,20,000 1/3 ഇൻറ്റു 1/3 ഭാഗം 20% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ ഇത് 100ൽ 100 മൈനസ് 20 80 പ്ലസ് 5/2 ഭാഗം 25% ലാഭത്തിലാണ് വിറ്റത്. അതായത് 4,20,000 ഇതിൻ്റെ 5/2 ഭാഗം 25% ലാഭത്തിൽ, അതായത് 100ൽ 125. അപ്പോൾ ഇവിടെ 2 0 2 0 വെട്ടി 4,200 ഇൻറ്റു 110 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്ക് യൂസ് ചെയ്ത് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 4,62,000 എന്ന് കിട്ടും. അതേ മൈനസ് ഇവിടെ ഈ 2 0 2 0 വെട്ടി 42/3 14 14 8 112. അപ്പോൾ ഇത് 1,12,000 പ്ലസ് 25 5 125 25 4 100 5 5 വെട്ടിപ്പോയി 2 2 4 42/2 21. അപ്പോൾ ഇത് 2,10,000. അപ്പോൾ ഇവിടെ 4,62,000 മൈനസ് 1,12,000 പ്ലസ് 2,10,000. അപ്പോൾ ഇവിടെ 0 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 2 2 1 1 2 2 1 3 3,22,000.
അപ്പോൾ ഇവിടെ 4,62,000 മൈനസ് 3,22,000 ഈസ് ഈക്വൽ ടു 0 മൈനസ് 0 0 0 മൈനസ് 0 0 0 മൈനസ് 0 0 2 മൈനസ് 2 0 6 മൈനസ് 2 4 4 മൈനസ് 3 1 1,40,000. ആൻസർ ഓപ്ഷൻ എ. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ചോദ്യം, ഒരു ഗ്രൂപ്പിൽ 8:5 എന്ന അനുപാതത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളും ചേർന്നാൽ അനുപാതം 3:2 മാറുന്നു. ഗ്രൂപ്പിലെ യഥാർത്ഥ പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്തുക. സൊല്യൂഷൻ: ഗ്രൂപ്പിലെ യഥാർത്ഥ പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം തന്നിരിക്കുന്നത് ബോയ് ഈസ് ടു ഗേൾ 8:5 എന്നാണ്. അപ്പോൾ ഇതിനെ ആൺകുട്ടികളുടെ എണ്ണം അതിനെ 8x എന്നും പെൺകുട്ടികളുടെ എണ്ണത്തിനെ 5x എന്നും എടുക്കാം. റേഷ്യോ ആണല്ലോ തന്നിരിക്കുന്നത്, അതുകൊണ്ട് 8x 5x. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളും ചേർന്നാൽ അനുപാതം 3:2 അതായത് 8x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5x പ്ലസ് 3. ഒരാൺകുട്ടിയും 3 പെൺകുട്ടിയും ചേർന്നു. അപ്പോൾ അനുപാതം എത്രയായി? 3:2 അതായത് 3/2. A:2B ഈസ് ഈക്വൽ ടു A/B ആണ്. അപ്പം 3:2 എന്നുള്ളത് 3/2 എന്ന് വരും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് 5x കൊടുത്താൽ പെൺകുട്ടികളുടെ യഥാർത്ഥ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8x പ്ലസ് 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 5x പ്ലസ് 3 ഇൻറ്റു 3. 8x ഇൻറ്റു 2 16x പ്ലസ് 1 ഇൻറ്റു 2 2 ഈസ് ഈക്വൽ ടു 5x ഇൻറ്റു 3 15x പ്ലസ് 3 ഇൻറ്റു 3 9. അപ്പോൾ ഇത് 16x മൈനസ് 15x ഈസ് ഈക്വൽ ടു 9 മൈനസ് 2. 16x മൈനസ് 15x x ഈസ് ഈക്വൽ ടു 9 മൈനസ് 2 7. എക്സിൻ്റെ വാല്യൂ 7 എന്ന് കിട്ടി. പെൺകുട്ടികളുടെ ആകെ എണ്ണം 5x ആണ്. എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 35 ആണ് ഗ്രൂപ്പിലെ യഥാർത്ഥ പെൺകുട്ടികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ഡി. ഇനി ആൺകുട്ടികളുടെ എണ്ണമാണ് കാണേണ്ടതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 8x കൊടുത്താൽ മതി. അപ്പോൾ 8 ഇൻറ്റു 7 56 ആയിരിക്കും ആൺകുട്ടികളുടെ യഥാർത്ഥ എണ്ണം. അത്രയേ ഉള്ളൂ. ചോദ്യം, 40 പേർ ദിവസത്തിൽ 8 മണിക്കൂർ ജോലി ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ഒരു പാലം നന്നാക്കാൻ കഴിയും. 30 പേർ ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? സൊല്യൂഷൻ: ഇവിടെ ആൾക്കാരുടെ എണ്ണവും ദിവസവും സമയവും തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. M1 D1 T1 ഈസ് ഈക്വൽ ടു M2 D2 T2. M മെന്ന് ആൾക്കാരുടെ എണ്ണം, D ദിവസം, T ടൈം. അപ്പോൾ ഇവിടെ M1 ആൾക്കാരുടെ എണ്ണം M1 40, T1 8 മണിക്കൂർ, D1 15 ദിവസം, M2 ആൾക്കാരുടെ എണ്ണം 30 പേര്, T2 10 മണിക്കൂർ, D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40 ഇൻറ്റു 15 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു D2 കണ്ടുപിടിക്കണം ഇൻറ്റു T2 10. Therefore D2 ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 15 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 10. 15 2 30, 10 4 40, 2 4 8, 4 ഇൻറ്റു 4 16. D2 ഈസ് ഈക്വൽ ടു 16. ആൻസർ ഓപ്ഷൻ ബി.
അടുത്ത ചോദ്യം, ഒരു ചതുരാകൃതിയിലുള്ള വയലിന് ചുറ്റുമുള്ള പാതയുടെ വീതി 3.5 മീറ്ററും അതിൻ്റെ വിസ്തീർണം 105 മീറ്റർ സ്ക്വയറുമാണ്. മീറ്ററിന് 80 രൂപ നിരക്കിൽ വയലിന് വേലി കെട്ടുന്നതിനുള്ള ചിലവ് കണ്ടെത്തുക. സൊല്യൂഷൻ, ചതുരാകൃതിയല്ല, സമചതുരാകൃതിയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പാർട്ടിലുള്ള ക്വസ്റ്റ്യനിൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ സമചതുരാകൃതിയിലുള്ള വയലിന് വേലി കെട്ടുന്നതിനുള്ള ചിലവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം സമചതുരാകൃതിയിലുള്ള വയലിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. അതിനെ ഈ തന്നിരിക്കുന്ന റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചിലവ് എത്രയെന്ന് കിട്ടും. അപ്പോൾ ഇത് ഫിഗർ വരച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ സമചതുരാകൃതിയിലുള്ളൊരു വയൽ, ഈ വയലിന് ചുറ്റും ഒരു പാതയുണ്ട്. പാതയുടെ വീതി തന്നിട്ടുണ്ട് 3.5 മീറ്റർ. സമചതുരാകൃതി ആകുമ്പോൾ എല്ലാ വശവും ഒരുപോലെയാണ്. അപ്പം എല്ലായിടത്തും 3.5. പാതയുടെ വിസ്തീർണം തന്നിട്ടുണ്ട് 105 മീറ്റർ സ്ക്വയർ. ഈ നീളം, ഇതാണ് വയലിൻ്റെ വശത്തിൻ്റെ നീളം. അതിനെ എ ആയിട്ട് എടുക്കാം. സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഈ എ എത്രയെന്ന് കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പാതയുടെ വിസ്തീർണം തന്നിട്ടുണ്ട് 105 മീറ്റർ സ്ക്വയർ എന്ന്. അപ്പോൾ ഈ പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഈ വലിയ സ്ക്വയറിൻ്റെ വിസ്തീർണത്തിൽ നിന്ന് ചെറിയ സ്ക്വയറിൻ്റെ വിസ്തീർണം കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ വലിയ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഈ 3.5 പ്ലസ് എ പ്ലസ് 3.5 ആയിരിക്കും ഈ ലെങ്ത്. അതായത് 3.5 7. 7 പ്ലസ് എ ആണ് വലിയ സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളം. 7 പ്ലസ് എ. അപ്പോൾ ഇനി ഈ 105 മീറ്റർ സ്ക്വയർ, പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് വലിയ സ്ക്വയറിൻ്റെ വിസ്തീർണത്തിൽ നിന്ന് ചെറിയ സ്ക്വയറിൻ്റെ വിസ്തീർണം കുറയ്ക്കുക. അതായത് വലിയ സ്ക്വയറിൻ്റെ വിസ്തീർണം 7 പ്ലസ് എ ഓൾ സ്ക്വയർ മൈനസ് ചെറിയ സ്ക്വയറിൻ്റെ വിസ്തീർണം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് 105 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ 7 പ്ലസ് എ ഓൾ സ്ക്വയർ, എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഫോമിലാണ്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 49 പ്ലസ് 14a പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 105. എ പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും വെട്ടിപ്പോയി. പിന്നെ 14a പ്ലസ് 49 ഈസ് ഈക്വൽ ടു 105. 14a ഈസ് ഈക്വൽ ടു 105 മൈനസ് 49 ഈസ് ഈക്വൽ ടു 56. ദെർഫോർ എ ഈസ് ഈക്വൽ ടു 56/14 4. അപ്പോൾ വയലിൻ്റെ വശത്തിൻ്റെ നീളം കിട്ടി 4 മീറ്റർ എന്ന്. സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെയാണല്ലോ. അപ്പം വയലിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 4a. അപ്പോൾ ഇവിടെ 4 × 4a കിട്ടിയിരിക്കുന്നത് 16 മീറ്റർ, 16 മീറ്റർ. അപ്പോൾ ഇവിടെ മീറ്ററിന് 80 രൂപ നിരക്കിലാണ് ചിലവ്. അപ്പോൾ ഇവിടെ ആകെ ചിലവ് എന്ന് പറയുന്നത് 16 × 80 ഈസ് ഈക്വൽ ടു 1280 രൂപയാണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും ആകെത്തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. സൊല്യൂഷൻ, 10നും 100നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ ആകെത്തുക കണ്ടുപിടിക്കുക. അതിനെ 3 കൊണ്ട് ഹരിക്കുക. ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സം എസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. n സംഖ്യകളുടെ ആകെ എണ്ണാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ 10നും 100നും ഇടയിലുള്ള ഒറ്റസംഖ്യകളാകുമ്പോൾ ഫസ്റ്റ് നമ്പർ 11, ലാസ്റ്റ് നമ്പർ 99 വരും. n സംഖ്യകളുടെ ആകെ എണ്ണം, സമാന്തര ശ്രേണിയിലെ സംഖ്യകളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആകെ എണ്ണം n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1.
അപ്പോൾ ഇവിടെ n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ 99 മൈനസ് ഫസ്റ്റ് നമ്പർ 11 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. 99 മൈനസ് 11 88, 88 ബൈ 2 പ്ലസ് 1, 88 ബൈ 2 44, 1 45. സംഖ്യകളുടെ ആകെ എണ്ണം 45. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 45 ഇൻറ്റു 11 പ്ലസ് 99 ഡിവൈഡഡ് ബൈ 2. 45 ഇൻറ്റു 11 പ്ലസ് 99 110 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് 110 ബൈ 2 55. 45 ഇൻറ്റു 55 ഇതാണ് തുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ആകെ തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇനി ഇതിന് 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും ആകെ തുക കിട്ടി. 45 ഇൻറ്റു 55 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് ഇതിനെ 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 3 15 45. 15 ഇൻറ്റു 55 55 ഇൻറ്റു 15 5 25 ശിഷ്ടം 2 5 25 5 30 2 32 ശിഷ്ടം 3 1 5 5 5 3 8 825. 825 ആൻസർ. തന്നിരിക്കുന്ന ഓപ്ഷനിലില്ല. പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ച് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി വേറൊരു കാര്യം പറയാം. ഇതിൻ്റെ ഇംഗ്ലീഷ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ, ഇത് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ഇംഗ്ലീഷ് പാർട്ടിലും കൂടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വെച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമോ അതോ ഓപ്ഷൻ ഡി തന്നെ കൺസിഡർ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് പാർട്ടിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇംഗ്ലീഷ് പാർട്ടിലുള്ള ഇതിൻ്റെ ചോദ്യം ഇതാണ്. The sum of all odd integers between 10 and 100 divisible by 3s. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്. 10നും 100നും ഇടയിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകളുടെ ആകെത്തുക. അപ്പോൾ ഇവിടെ 10നും 100നും ഇടയിലുള്ള 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകൾ 15, 21, 27 എക്സെട്ര 99 ഇങ്ങനെ വരും ഈ സീരീസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ തുക കണ്ടുപിടിക്കണം. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല മുമ്പ് പഠിച്ചതാണ്. n ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് നമ്പർ 15, ലാസ്റ്റ് നമ്പർ 99. n കണ്ടുപിടിക്കാം. n കണ്ടുപിടിക്കാനുള്ള ഫോർമുല മുമ്പേ പഠിച്ചതാണ്. സമാന്തര ശ്രേണി ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം d പ്ലസ് 1. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്പർ 99 മൈനസ് ഫസ്റ്റ് നമ്പർ 15 പൊതുവ്യത്യാസം 15, 21, 27. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 21 മൈനസ് 15 6, 27 മൈനസ് 21 6. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം 6 ആണേ. കോമൺ ഡിഫറൻസ് 6 പ്ലസ് 1. അപ്പോൾ ഇവിടെ 99 മൈനസ് 15 84, 84 ബൈ 6 പ്ലസ് 1. 14 1 15. സംഖ്യകളുടെ ആകെ എണ്ണം n 15. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 15 പ്ലസ് ലാസ്റ്റ് നമ്പർ 99 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് 15 ഇൻറ്റു 15 പ്ലസ് 99, 99 15 114 ബൈ 2. 114 ബൈ 2 57. 57 ഇൻറ്റു 15, 57 ഇൻറ്റു 15. 7 5 35 ശിഷ്ടം 3, 5 25 7 32 3 35 ശിഷ്ടം 3 1 5 5 5 3 8 855. ഇങ്ങനെ ചെയ്യുമ്പം 855 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി. അപ്പോൾ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നോക്കാം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവോ അതോ ഓപ്ഷൻ ഡി ആണോ ആൻസറായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന്. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക കോഡിൽ
4 എന്നത് 24 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ കോഡിൽ 5 എങ്ങനെ എഴുതപ്പെടും? സൊല്യൂഷൻ 4ൻ്റെ കോഡ് 24, അതുപോലെ 5ൻ്റെ കോഡ് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. 4ൻ്റെ കോഡ് 24 എങ്ങനെ വന്നെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ 4ൻ്റെ പൊസിഷൻ ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ അറിയാനായിട്ടൊരു സിമ്പിൾ കോഡുണ്ട്. കോഡ് ഇതാണ്: ഇജോറ്റി 5, 10, 15, 20, 25 ഇങ്ങനെ എഴുതുക. ഇജോറ്റി 5, 10, 15, 20, 25 എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ E5, J10, O15, T20, Y25 ഇതിൽ നിന്ന് പൊസിഷൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 4ൽ എഫിൻ്റെ പൊസിഷൻ 6, ഒയുടെ പൊസിഷൻ 15, യുവിൻ്റെ പൊസിഷൻ 21, ആറിൻ്റെ പൊസിഷൻ 18. ഇനി പൊസിഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 6 + 15 + 21 + 18, 15, 6, 21, 21, 21, 42, 42, 18, 60. പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടുന്നുണ്ട്. 60. പക്ഷെ ഇവിടുത്തെ കോഡ് 24. അപ്പോൾ 60, 24 എങ്ങനെ വന്നു? അപ്പോൾ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 60 - 24 36. അപ്പോൾ ഇവിടെ 60ൽ നിന്ന് 36 കുറച്ചാൽ 24 കിട്ടും. അപ്പോൾ 36 എങ്ങനെ വരും? 36 എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇവിടെ ഈ 4 എന്ന ലെറ്ററിലെ ലാസ്റ്റ് 4 എന്ന വേർഡിലെ ലാസ്റ്റ് ലെറ്റർ 6. 6ൻ്റെ പൊസിഷൻ 18. 18 × 2 ചെയ്താൽ 36 കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. തന്നിരിക്കുന്ന വേർഡിലെ പൊസിഷൻസ് ആഡ് ചെയ്യുക. പൊസിഷൻസ് ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതിൽ നിന്ന് ഈ ലാസ്റ്റ് ലെറ്ററിൻ്റെ പൊസിഷൻ്റെ ഇരട്ടി എടുത്ത് കുറച്ചാൽ മതി. ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ്? പൊസിഷൻസിൻ്റെ തന്നിരിക്കുന്ന വേർഡിലെ പൊസിഷൻസിൻ്റെ ടോട്ടൽ എടുത്തു. 60 എന്ന് കിട്ടി. 60 മൈനസ്, എന്നിട്ട് ഈ വേർഡിലെ ലാസ്റ്റ് ലെറ്റർ 6. 6ൻ്റെ പൊസിഷൻ 18. 18 × 2 ചെയ്തു. അപ്പോൾ 60 - 18 × 2, 60 - 36 = 24 എന്ന് കിട്ടി. അതുപോലെ ഇതും ചെയ്യാം. ആദ്യം 5 എന്ന വേർഡിലെ പൊസിഷൻസിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ എഫ് 6 ആണ്, ഐ 9 ആണ്, വി 22 ആണ്, ഇ 5 ആണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. 6 + 9 + 22 + 5. അപ്പോൾ ഇത് 9, 6, 15, 15, 5, 20, 20, 22, 42. അപ്പോൾ ഈ വേർഡിൻ്റെ പൊസിഷൻസ് ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ 42 എന്ന് കിട്ടി. ഇനി ഈ 42-നകത്തുനിന്ന് ഈ വേർഡിലെ ലാസ്റ്റ് ലെറ്ററിൻ്റെ പൊസിഷൻ നോക്കുക. ലാസ്റ്റ് ലെറ്ററിൻ്റെ പൊസിഷൻ 5 ആണ്. 5 × 2 കുറയ്ക്കുക ഇതിൽ നിന്ന്. അപ്പോൾ ഇവിടെ 5 × 2, 42 - 10, 42 - 10, 32. 32 ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഫോട്ടോയിലെ ഒരു പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു, അവളുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ്. പെൺകുട്ടിയുടെ അമ്മ സനലുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സൊല്യൂഷൻ: ഇതൊരു ഫാമിലി റിലേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഫിഗർ വരച്ച് കണ്ടുപിടിക്കാം. ഫാമിലി റിലേഷനിൽ മെയിൽ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യാൻ പ്ലസ് സൈൻ യൂസ് ചെയ്യും, ഫീമെയിൽ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യാൻ മൈനസ് സൈൻ യൂസ് ചെയ്യും. ഫിഗർ വരയ്ക്കാം. ഫോട്ടോയിലെ ഒരു പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു, അവളുടെ അമ്മയുടെ സഹോദരൻ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഗേള് അതാണ് ജി ഇട്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ, പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ്. അതായത് ഈ സനലിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ. സനലിൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ് അവളുടെ അമ്മയുടെ സഹോദരൻ, അതായത് ഇയാൾ. സനലിൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ്റെ ഏക മകൻ.
ഇതാണ്. ഓക്കെ, അപ്പം ഈ അച്ഛൻ്റെ 3 മക്കളാണ് ഇത്. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ, അമ്മയുടെ സഹോദരൻ, ഈ സനലിൻ്റെ അമ്മ. അപ്പം ഈ സനലിൻ്റെ അമ്മയും പെൺകുട്ടിയുടെ അമ്മയും സഹോദരങ്ങളാണ്, സിസ്റ്റേഴ്സാണ്. അപ്പം പെൺകുട്ടിയുടെ അമ്മ സനലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അമ്മായി. പെൺകുട്ടിയുടെ അമ്മ സനലിൻ്റെ അമ്മായിയാണ്. ആൻസർ ഓപ്ഷൻ എ. അമ്മയുടെ സഹോദരീനെ നമ്മൾ സാധാരണ പേരമ്മ ചിറ്റേന്നൊക്കെ വിളിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ ആൻറ്റി എന്നുള്ള ഒരു ഒറ്റ വേർഡേ ഉള്ളൂ. സിസ്റ്റേഴ്സ്, അമ്മയുടെ സഹോദരിമാരെന്ന് പറയുമ്പം ആൻറ്റിയാണ്. അപ്പം ആൻറ്റിയുടെ മലയാളം എന്ന് വെച്ചാൽ അമ്മായിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, അമ്മായിയാണ്. ചോദ്യം, 1981 ഡിസംബർ 10 വ്യാഴാഴ്ചയാണെങ്കിൽ ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും 1991 ഡിസംബർ 10? സൊല്യൂഷൻ, 1981 ഡിസംബർ 10 വ്യാഴാഴ്ച. അങ്ങനെയാണെങ്കിൽ 1991 ഡിസംബർ 10 ഏത് ദിവസമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി ഓഡ് ഡേയ്സ് ആഡ് ചെയ്താൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഓഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ഒറ്റ ദിവസം. അപ്പോൾ ഇവിടെ ഡിസംബർ 10 തീയതിയാണ് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ടത് ഒരു ഡിസംബർ 10 തീയതിയാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ഈ വർഷങ്ങളുടെ ഡിഫറൻസ് ആദ്യം എടുക്കുക, അതിൻ്റെ കൂടെ അതിവർഷത്തിൻ്റെ എണ്ണവും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമായിരിക്കും ഓഡ് ഡേയ്സ്. അപ്പോൾ ഇവിടെ വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കാം. 1991 മൈനസ് 1981 10. ഇതിൻ്റെ കൂടെ 1981 1991 ഇടയിലുള്ള അതിവർഷം ആഡ് ചെയ്യണം. അതിവർഷങ്ങൾ 1984, 1988. ഇതാണ് 1981 1991 ഇടയിലുള്ള അതിവർഷങ്ങൾ. അപ്പോൾ 2 അതിവർഷങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുക. 10 + 2 12 എന്ന് കിട്ടി. ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം 5 വരും. അപ്പോൾ ഇതാണ് ഓഡ് ഡേയ്സ്, ഒറ്റ ദിവസങ്ങൾ. ഇനി ഈ ഓഡ് ഡേയ്സ് തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ദിവസം വ്യാഴമാണ്. വ്യാഴം + 5, വ്യാഴം + 5, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. വ്യാഴം + 5 ചൊവ്വ വരും. ചൊവ്വാഴ്ചയാണ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടക്കുന്നു. തുടർന്ന് അയാൾ 9 കിലോമീറ്റർ നേരെ തിരികെ പോകുന്നു. ഇപ്പോൾ അയാൾ ആരംഭ സ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലാണ്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത് ഇതെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഈ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലും ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലും ആയിരിക്കും. അതങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കുക. പിന്നെ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ്. ഇടയിൽ വരുന്ന ഡയറക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ വരുന്ന അത് ചേർത്തങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോർത്തിനും ഈസ്റ്റിനും ഇടയിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിൽ സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിൽ നോർത്ത് വെസ്റ്റ്. ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. പിന്നെ ഒരു ഡയറക്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഒരു ഡയറക്ഷനിൽ നിന്ന് ഇടതുവശത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇനി ഫിഗർ വരയ്ക്കാം. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. ഈ ഒരു പോയിന്റ്, ഇവിടുന്ന് ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു.
വലത്തേക്ക് തിരിയുന്നു. വലത്തോട്ട് തിരിയാനായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നു, 3 കിലോമീറ്റർ നടന്നു. വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് 3 കിലോമീറ്റർ. ശേഷം അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. ഇടത്തോട്ട് തിരിയാനായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 4 കിലോമീറ്റർ നടന്നു. തുടർന്ന് അയാൾ 9 കിലോമീറ്റർ നേരെ തിരികെ പോകുന്നു. അപ്പോൾ ഇവിടുന്ന് 9 കിലോമീറ്റർ തിരികെ പോവുക. അപ്പോൾ ഇവിടുന്ന് 9 കിലോമീറ്റർ ഇവിടെ എത്തി. അതായത് ഈ പോയിന്റിലെത്തി. അപ്പം ഇവിടുന്ന് യാത്ര തുടങ്ങി ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയല്ലേ വരുന്നത്. ഇതെന്ന് വെച്ചാൽ എന്താണ്? നോർത്ത് വെസ്റ്റ്, അതായത് വടക്ക് പടിഞ്ഞാറ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ, 12 മണിക്കൂർ ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിഫലനം 2:35 കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമയം എന്തായിരിക്കും? സൊല്യൂഷൻ, കണ്ണാടിയിലെ പ്രതിഫലനം തന്നിട്ട് യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ വലുതാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സമയം കണ്ണാടിയിലെ പ്രതിഫലനം 2:35 ഇത് 11നേക്കാളും ചെറിയൊരു സമയമാണ്. 11നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 മൈനസ് 2:35. 11:60 മൈനസ് 2:35 9:25. യഥാർത്ഥ സമയം 9:25 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ച് ടഫായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്